റഹ്മത്തുള്ള. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കളോട്, മന്ത്രിമാരോട്, MLA മാരോട് ഒരഭ്യർത്ഥനയാണ്. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നൊരു വ്യക്തി മുസ്ലിമായി അവൻ എന്തെങ്കിലും പറയുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈയിടാൻ നമുക്ക് അധികാരമില്ല. ഇന്ത്യ രാജ്യം മതേതരത്വ രാജ്യമാണ്. പക്ഷേ ഒരു വിഭാഗത്തിൻ്റെ, നമ്മളൊക്കെ മുസ്ലിങ്ങളൊക്കെ വളരെയധികം ബഹുമാനത്തോടെ ആദരവോടും കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹുവിനെയും ഖുർആനെയും ഒക്കെ പരസ്യമായി തെറി വിളിക്കുന്ന, യാതൊരു എളുപ്പമില്ലാതെ അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്ന, അള്ളാഹുവിനെ ഇകഴ്ത്തി പറയുന്ന, പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത നിലയിൽ സ്വന്തം മകളെ കല്യാണം കഴിക്കാമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള പച്ചക്കളവ് പ്രചരിപ്പിക്കുന്ന, വളരെ മോശമായി പരിശുദ്ധ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി അതവന് ജോലിയായി കാണുന്ന ഇവനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇങ്ങനെ വിടുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ട് അവരുടെ മനസ്സിലും കൂടി ഇസ്ലാമും ഈമാനും ഇല്ലാണ്ടായി നശിക്കാനുള്ള കാരണമായി തീരും. അതുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന UDF ഗവൺമെൻറ്, പ്രശിഷ്യ മുസ്ലിം ലീഗ്, ഒരു മതത്തെ അവഹേളിക്കാനുള്ള അവകാശം ആർക്കുമില്ല. അത് ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും ഏത് മതമായാലും ഒരു മതത്തിനെയോ അതിൻ്റെ വ്യക്തികളെയോ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും ആർക്കും അധികാരമില്ല. ഒരു ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നവരെ ആക്ഷേപിക്കാനോ ആ ദൈവങ്ങളെ കുറ്റപ്പെടുത്താനോ അവകാശമില്ല. ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത വിളിക്കരുത്, പരിഹസിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി അവൻ ഇസ്ലാമിൽ നിന്ന് മാറാം, എവിടേക്കെങ്കിലും പോകാം, എന്നൊക്കെ അവൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തുമ്പോൾ ഒരുപാട് മുസ്ലിങ്ങളുടെ, കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, വിശുദ്ധ ഖുർആനിലില്ലാത്ത കഥകൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന, ചരിത്രത്തെ വ്യഭിചരിക്കുന്ന ഈ നികൃഷ്ട ജന്തുവിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇസ്രായേലിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ആട്ടി, അതുപോലെ തന്നെ ലണ്ടനിൽ ചെന്നപ്പോൾ അവിടെ ആട്ടി. പക്ഷെ അവനിവിടെ ഫുൾ സ്വാതന്ത്ര്യമാണ്. ഏറ്റവും വലിയ വർഗീയവാദികളും തീവ്രവാദികളുമായ ജനൻ TVയും BJPയും അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വേദനിക്കുന്ന മനസ്സോടുകൂടെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ മനസ്സിൻ്റെ വേദനയാണ് ഞാൻ പറയുന്നത്. ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും ഒരിക്കലും അവകാശമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയധികം സ്ത്രീലമ്പടനായും മോശക്കാരനായും ചിത്രീകരിക്കുക, ഖുർആനെ പരസ്യമായി അവഹേളിക്കുക, അള്ളാഹുവിനെ കുറ്റം പറയുക, ഇങ്ങനെ പറഞ്ഞ് അവൻ തോന്നിവാസം പറയുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അതൊരു മുസ്ലിമിഞ്ഞ് മറ്റൊരു ഹിന്ദു മതസ്ഥൻ്റെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിച്ചാലും അതിന് നിയമ നടപടി സ്വീകരിക്കണം. മതേതര രാജ്യത്ത് തോന്നിയ പോലെ തോന്നിയാസം കാണിക്കാൻ ആർക്കും അധികാരമില്ല. ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം മുസ്ലിം ലീഗ് നേതാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.